സാമഗായനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിരട്ട വിളക്കിൻ്റെയും വെളിച്ചത്തിൽ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ഉത്തര മലബാറിൻ്റെ മണ്ണിൽ ആടിയുണർന്ന ദൈവങ്ങൾ ഒടുവിൽ പീഠങ്ങളിലേക്ക് മടങ്ങുകയാണ്. തുലാം 10 കോലത്തുനാട്ടിൽ കുറിച്ച ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും നാളുകൾക്ക് ഇവിടെ പരിസമാപ്തിയാകുന്നു. തെയ്യക്കാലത്തിൻ്റെ ഈ ഭാവുകപൂർണമായ വിടപറച്ചിലിന് സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. ചിറക്കൽ രാജവംശത്തിൻ്റെ പരദേവതയായ ഭദ്രകാളിയാണ് കളരിവാതുക്കൽ അമ്മ. കോലത്തിരിമാരുടെ കളരിയുടെ വാതിൽക്കൽ കുടികൊള്ളുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് കളരിവാതുക്കൽ അമ്മ എന്ന പേര് വന്നത്. ശാക്തേയ പൂജാവിധികളാൽ സമ്പന്നമായ ഈ ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തോടെയാണ് മലബാറിലെ തെയ്യക്കാലത്തിന് തിരശീല വീഴുന്നത്. കളരിവാതുക്കൽ ഭഗവതിയുടെ തിരുമുടി താഴുന്നതോടെ ഉത്തര മലബാറിലെ തെയ്യങ്ങളുടെ ചിലമ്പൊലി അടങ്ങുന്നു എന്നത് ഇവിടുത്തെ പൗരാണികമായ വിശ്വാസമാണ്. രൗദ്രഭാവവും കാരുണ്യവും ഒന്നുപോലെ സമ്മേളിക്കുന്ന ഉഗ്രമൂർത്തിയാണ് കളരിവാതുക്കൽ അമ്മ. വലിയ തിരുമുടിയും ആയുധങ്ങളുമേന്തി അമ്മ നൃത്തം ചെയ്യുമ്പോൾ ഭക്തരുടെ ഹൃദയം ഭയഭക്തി ബഹുമാനങ്ങളാൽ നിറയും. ചൂളിയാർ ഭഗവതി, പുതിയ ഭഗവതി, ക്ഷേത്രപാലകൻ തുടങ്ങി 7 തെയ്യങ്ങൾ ഇവിടെയുണ്ട്. മറ്റു കാവുകളിലെ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജകീയ പ്രൗഢിയോടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് കളരിവാതുക്കലിൽ. തെയ്യം കാണാൻ മാത്രമല്ല, ഒരു വർഷത്തെ തെയ്യക്കാലത്തോട് യാത്ര പറയാൻ കൂടിയാണ് ആയിരക്കണക്കിന് ഭക്തർ ഈ ദിവസങ്ങളിൽ വളപട്ടണത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഇടവപ്പാതിയുടെ മഴക്കാറുകൾ ആകാശത്ത് ഉരുണ്ടുകൂടുമ്പോൾ കളരിവാതുക്കൽ അമ്മയുടെ തിരുമുടി താഴുന്നു. ഇനി കർക്കിടകത്തിൻ്റെ കറുത്ത നാളുകളും കഴിഞ്ഞ് ചിങ്ങവും കന്നിയും കടന്ന് വീണ്ടും ഒരു തുലാം 10 മലബാറിൻ്റെ മണ്ണ് കാത്തിരിക്കും. കാവുകളിൽ വീണ്ടും ചിലമ്പൊലി ഉണരുന്ന ആ പുണ്യദിനത്തിനായി.